എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണമൊക്കെ നമ്മൾ പൊളിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഇന്ന് അക്ഷരാർത്ഥത്തിൽ തിരുവോണം കൊണ്ടാടിയെന്ന് വേണമെങ്കിൽ പറയാം. ആഹ്ലാദാതിരേകം പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഓണാഘോഷം നടക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓണം കനകക്കുന്നിൽ അതിഗംഭീരമായി കൊണ്ടാടുകയാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും തിരുവോണദിന ആശംസകൾ നേരുന്നു. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. പ്രൈം ടൈം തുടരുകയാണ്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നമുക്ക് എന്തൊക്കെ അല്ലലും അലച്ചിലൊക്കെ ഉണ്ടെങ്കിലും ഓണം നമ്മൾ സമുചിതമായി കൊണ്ടാടാറുണ്ട്. പ്രധാനപ്പെട്ട ഓണം കഴിയുന്നു. സമൃദ്ധിയുടെ ഒരു തിരുവോണം കൂടി നമ്മൾ ആഘോഷിച്ചു. ലോകത്തിന് പകർന്നു നൽകിയ സമത്വത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശം ഉറപ്പിക്കുന്നതായി ഇക്കൊല്ലത്തെയും ആഘോഷങ്ങൾ. വീടുകളിലും തൊഴിലിടങ്ങളിലും എല്ലാം മലയാളികൾ ഓണം ആവേശഭരിതമാക്കി. ഓണം കളറായി. പൂക്കാലം ചേലണിയും ആവണി വരവായി, മഴവില്ലോണക്കോടികളിൽ ചാരുത നിറവായി, നറുചിരിയുടെ നേരോടെ. കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെയെല്ലാം സമന്മാരായി കണ്ട മഹാബലിയുടെ സദ്ഭരണകാലത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് മലയാളികൾ. ഐതിഹ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഓണം മലയാളിക്ക് ജാതിമത ഭേദമന്യേയുള്ള ഉത്സവമാണ്. ആടിയും പാടിയും സദ്യയുണ്ടും നാടാകെ ആഘോഷം. തിരുവോണ ദിനത്തിന് ആവേശമായി ഓണക്കളികളും ഓണത്തെല്ലും. ഗുരുവായൂർ, ശബരിമല, തൃക്കാക്കര, ആറന്മുള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും ഓണസദ്യക്കുമായി ആയിരങ്ങളാണ് എത്തിയത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല സമർപ്പണം നടന്നു. മറുനാടുകളിൽ മലയാളി ഉള്ളിടത്തെല്ലാം ഓണം കെങ്കേമമായി. ന്യൂസ് ഡെസ്ക് 24. പല സ്ഥലങ്ങളിലും ഓണം നന്നായിട്ട് ആഘോഷിച്ചു എന്ന് മനസ്സിലായി. ഇപ്പോഴും പലയിടങ്ങളിലും ഓണം തകർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുനാട്ടിലാണെങ്കിലും മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണം കെങ്കേമമായി. ഡൽഹി, മുംബൈ, സൂറത്ത് തുടങ്ങിയ നഗരങ്ങളിൽ മലയാളി കൂട്ടായ്മകൾ ഓണം നന്നായി സംഘടിപ്പിച്ചു. തിരുവോണം അവർ സൂപ്പറാക്കി. കേരളത്തിൽ നിന്ന് ദൂരെയാണെങ്കിലും നാടിന്റെ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിച്ച് പരസ്പരം സ്നേഹം പങ്കിട്ട് തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. ഡൽഹിയിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഡൽഹിയിലും ഓണം, എല്ലാ പല അസോസിയേഷനുകൾ, റെസിഡൻസ് വെൽഫെയർ, എല്ലാ കോളനികളും ഓണമുണ്ട്. ഓണം മുതൽ നമ്മൾ ക്രിസ്മസ്, ന്യൂ ഇയർ വരെ ഈ ഓണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓരോ സ്ഥലങ്ങളിൽ, അതായത് അവധി ദിവസങ്ങളിലും ഒക്കെ ശനി ഞായറൊക്കെയാണ് കൂടുതൽ ഓണം ആഘോഷിക്കാൻ പറ്റുന്നത്. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമായിരുന്നു തിരുവോണാഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം. കേരളീയ വേഷമണിഞ്ഞ് മലയാളികളെത്തിയപ്പോൾ മയൂർ വിഹാർ ചെറു കേരളമായി മാറി. അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നാകം പോകാൻ ചന്ദനം വേണം. ഡൽഹിയിൽ മാത്രമല്ല ചെന്നൈയിലും മുംബൈയിലും സൂറത്തിലുമെല്ലാം മലയാളികൾ ഓണം ആഘോഷിച്ചു. സൂറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ മെഗാ പൂക്കളം തീർത്തു. ഇന്ത്യയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭീമൻ പൂക്കളം ഒരുങ്ങി. പ്രസിദ്ധമായ CSMT റെയിൽവേ സ്റ്റേഷനിൽ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ വമ്പൻ പൂക്കളം തീർത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഡൽഹി. ചെന്നൈയിൽ മലയാളികൾ തിരുവോണം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 1000-ലധികം പേരാണ് ചെന്നൈയിൽ പങ്കെടുത്തത്. വിവിധ പരിപാടികളോട് ഓണസദ്യ ഉൾപ്പെടെ ഒരുക്കിയിട്ടായിരുന്നു ആഘോഷം.
ഓണാഘോഷത്തിന്റെ ആദ്യ പകുതിയാണ് ഇന്ന് അരുമ്പാക്കത്തെ ഐശ്വര്യ മഹലിൽ നടന്നത്. ആവണിപ്പൂവരങ്ങിന് മുൻപുള്ള ട്രെയിലർ ആഘോഷം. ജലജ ഗോപാലനും CTMA പ്രസിഡന്റ് VC പ്രവീണും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നാലെ മാവേലി എത്തി. പിന്നീട് പാട്ടും ഡാൻസും ആരവവും. വിഭവസമൃദ്ധമായ സദ്യ. പാലക്കാട് നിന്ന് പ്രത്യേക പാചകക്കാർ എത്തിയാണ് സദ്യ തയ്യാറാക്കിയത്. ഓണസദ്യയുടെ രുചിയറിയാൻ ഓസ്ട്രിയയിൽ നിന്ന് വരെ അതിഥികളെത്തി. Very delicious. Very good. Very delicious. You all from Austria. Austria? Have you ever experienced such kind of food? Not really, no. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ, ലിജിഷ പ്രവീൺ, CTMA ജനറൽ സെക്രട്ടറി MP അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 ചെന്നൈ. മറുനാട്ടിലെ മലയാളികളുടെ ഓണാഘോഷങ്ങളിലെ താരമായത് നടൻ ജയറാമായിരുന്നു. ചെന്നൈയിലെ വീട്ടിൽ പൂക്കളമിടുന്നതിന്റെ ദൃശ്യങ്ങൾ ജയറാം 24മായി പങ്കുവച്ചു. ഈ ദൃശ്യത്തിന് പശ്ചാത്തലമായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ അവതാരകൻ പ്രജിൻ C കണ്ണൻ എഴുതി സംഗീതം നൽകി ആലപിച്ച പാട്ടാണ്. തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം, ചിങ്ങപ്പൂക്കുട ചൂടി വന്നേ പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. മാവേലി നാടാകെ ആഘോഷത്തിരതാളം, നാടെല്ലാം പൂത്തുലഞ്ഞേ പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. മുറ്റത്തൊരു പൂക്കളമിട്ടു കൈകൊട്ടി പാട്ടുപാടി മാവേലി തമ്പ്രാനെത്തും നേരമായി. മുറ്റത്തൊരു പൂക്കളമിട്ടു കൈകൊട്ടി പാട്ടുപാടി മാവേലി തമ്പ്രാനെത്തും നേരമായി. ആർപ്പൂവിളി പൂവിളി കേൾക്കാം, വള്ളം കളിമേളവും കാണാം. മകൻ കാളിദാസന്റെ വിവാഹശേഷമുള്ള ആദ്യ ഓണം കൂടിയാണ് ജയറാമിനും കുടുംബത്തിനും ഇത്തവണത്തേത്. എന്തായാലും ഗംഭീര പൂക്കൾ ഒരുക്കിയ ജയറാം കുടുംബത്തിനൊപ്പം ഓണം നല്ല കളറാക്കി. ഹാപ്പി ഓണം ജയറാം ആൻഡ് ഫാമിലി. തിരുവോണ ദിനത്തിൽ പ്രേക്ഷകർക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കാൻ 24 ഉണ്ടായിരുന്നു. തിരുവോണദിന പ്രത്യേക പരിപാടിയായ തിരുവോണത്തോണിയിൽ അവതാരകർ ഒന്നിച്ച് അണിനിരുന്നു. നിരവധി കലാകാരന്മാരും 24ന്റെ ഓണക്കാഴ്ചകൾക്ക് രാവിലെ മാറ്റുകൂട്ടി. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ലോകമെമ്പാടും ഇരുന്ന് ഈ തിരുവോണത്തോണി എന്നുള്ള പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. വിഭവസമൃദ്ധമായ സദ്യയുമായാണ് 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് 24 തത്സമയം തിരുവോണത്തോണി അടുപ്പിച്ചത്. പാട്ടും ആട്ടവും കലാപ്രകടനങ്ങളുമൊക്കെയായി ഓണം വൈബ് ഉച്ചസ്ഥായിലെത്തി. കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കൊയിലാളെ, വഞ്ചിയണഞ്ഞടി കൊയിലാളെ. ഗായകൻ നവനീത് ഉണ്ണികൃഷ്ണൻ അമേരിക്കയിൽ നിന്ന് 24നൊപ്പം തിരുവോണത്തോണിയിൽ ചേർന്നു. അനീസ് മുഹമ്മദ് എന്ന പ്രേക്ഷകൻ SKNനെ മാവേലിയാക്കി സൃഷ്ടിച്ച AI വീഡിയോ കൗതുകമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സകുടുംബമാണ് 24നൊപ്പം ചേർന്നത്. SKക്കും കുടുംബത്തിനും ഇത് പങ്കെടുത്ത എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും ഹൃദയം, അതോടൊപ്പം തന്നെ 24ന്റെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. പാഴ്വസ്തുക്കളിൽ നിന്ന് സംഗീതം തീർക്കുന്ന തൃശൂർ സ്വദേശികളായ കുട്ടി കലാകാരന്മാരുടെ സംഘം ഡബ്ബ ബീറ്റ് ഒരുക്കിയ സംഗീത വിരുന്ന് ഓണത്തോണിക്ക് പകിട്ടുകൂട്ടി. കിഴക്കേ കടുങ്ങല്ലൂർ നരസിംഹ ചൈതന്യ അവതരിപ്പിച്ച പുതിയ കാല കൈകൊട്ടിക്കളിയും കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാടൻപാട്ട് കലാസംഘവും ആവേശം ഇരട്ടിയാക്കി. പ്രജിൻ C കണ്ണൻ എഴുതി സംഗീതം പകർന്ന് പാടി അഭിനയിച്ച തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം കൂടിയായപ്പോൾ
ഓണം മൂഡ് ഉഷാർ. മാവേലി നാടാകെ ആഘോഷത്തിരതാളം, നാടെല്ലാം പൂത്തുലഞ്ഞ് പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. ന്യൂസ് ഡെസ്ക് 24. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മദ്യവിൽപ്പന റെക്കോർഡിട്ടു. 10 ദിവസം കൊണ്ട് കുടിച്ചു തീർത്തത് 226 കോടി 38 ലക്ഷം രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 50 കോടി രൂപയുടെ വർധനയാണ് ഇത്തവണ ഉണ്ടായത്. കുടിയന്മാർ കൂടിയതല്ല, കുടിച്ചവർ തന്നെ കൂടുതൽ കുടിച്ചതാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ചാലക്കുടിക്കാരെ മത്സരിക്കാനുണ്ടായിരുന്നു, കരുനാഗപ്പള്ളി ഇതിനെ വീഴ്ത്തിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഓണം സീസണിൽ 776 കോടി 82 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി കൂടുതൽ. ഉത്രാട ദിനത്തിൽ മാത്രം 137 കോടി 64 ലക്ഷം രൂപയുടെ മദ്യം വിറ്റു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ജില്ലയിലാണ്. ബെവ്കോയുടെ 284 ഔട്ട്ലെറ്റുകളിൽ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത്. 1 കോടി 46 ലക്ഷം രൂപയുടെ മദ്യമാണ് കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രം വിറ്റത്. 6 ഔട്ട്ലെറ്റുകളിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ മദ്യം വിറ്റു. കൊല്ലം കാവനാട് 1 കോടി 24 ലക്ഷം, മലപ്പുറം എടപ്പാളിൽ 1 കോടി 11 ലക്ഷം, ചാലക്കുടിയിൽ 1 കോടി 7 ലക്ഷം, ഇരിങ്ങാലക്കുടയിൽ 1 കോടി 3 ലക്ഷം രൂപയുടെ മദ്യമാണ് 10 ദിവസം കൊണ്ട് മാത്രം വിറ്റഴിച്ചത്. സൂപ്പർ പ്രീമിയം ഷോപ്പുകളിലും റെക്കോർഡ് വിൽപ്പന നടന്നു. ബെവ്കോയിലെ 4000-ഓളം വരുന്ന ജീവനക്കാർക്ക് ഇത്തവണ റെക്കോർഡ് ബോണസ് ആയിരുന്നു. സ്ഥിരം ജീവനക്കാർക്ക് 1,02,500 രൂപയാണ് ബോണസ്. കഴിഞ്ഞ വർഷം 95,000 രൂപയായിരുന്നു ബോണസ്. സുരക്ഷാ ജീവനക്കാർക്ക് 12,500 രൂപ ബോണസായി ലഭിക്കും. കടകളിലെയും ഹെഡ്ക്വാർട്ടേഴ്സിലെയും ക്ലീനിംഗ് സ്റ്റാഫിനും എംപ്ലോയ്മെന്റ് സ്റ്റാഫിനും 6,000 രൂപയാണ് ബോണസ്. 24 തിരുവനന്തപുരം. നമ്മളെ ഒന്നിനും മാറ്റി നിർത്താൻ പറ്റില്ല. കുടിച്ചാലുണ്ടല്ലോ അതിന് നമ്മൾ റെക്കോർഡ് ഇടും, തെളിയിച്ചല്ലോ. അവർക്ക് പ്രത്യേകിച്ച് കുടിച്ച് ഇത്രയും ഖജനാവിലേക്ക് പണം എത്തിച്ച അവർക്ക് പ്രത്യേക തിരുവോണാശംസകൾ നേരുന്നു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. തിരുവോണത്തിനൊപ്പം ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്. അധ്യാപകരോടുള്ള ആദരവിൻ്റെ ഭാഗമായി കഴിഞ്ഞ 5 കൊല്ലങ്ങളായി പാട്ടുകൾ ഒരുക്കുന്ന ഒരമ്മയും മകളും വയനാട്ടിലുണ്ട്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഇവർ ഒരു പാട്ട് പുറത്തിറക്കി. മീനങ്ങാടി സ്വദേശി നീതു സനുവും മകൾ അലീൻ മരിയ പോളുമാണ് പാട്ടുകൾക്ക് പിന്നിൽ. കൈവിരലുകൾ ഇങ്ങനെ, കൈ ഇവിടെ വെച്ച്. അറിവിന്റെ പകർന്നാട്ടമാണ് അധ്യാപനം. അനുഭവവും അറിവും ചേരുമ്പോഴാണ് ഒരു മികച്ച അധ്യാപകൻ ഉണ്ടാകുന്നത്. അറിവ് ലഭിക്കാൻ ഇന്ന് നമുക്ക് 1000 മാർഗങ്ങളുണ്ട്. പക്ഷേ ആത്മവിശ്വാസമുള്ള ഒരു പൗരനെ വളർത്തിയെടുക്കാൻ അധ്യാപകരില്ലാതെ നമുക്കാവില്ല. തൊഴിലിനപ്പുറം ഒരു തപസ്യയാണ് അധ്യാപനം. അധ്യാപകനായിരുന്ന ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയടക്കമുള്ള സാങ്കേതിക വിദ്യകൾ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ പുതിയ ഉപാധികളായി മാറുമ്പോൾ വഴികാട്ടികളാവുകയെന്ന കർത്തവ്യമാണ് പ്രധാനമായും അധ്യാപകർക്കുള്ളത്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി അവ പരിപോഷിപ്പിക്കുന്നതിന് പുറമെ മൂല്യബോധവും സാമൂഹിക ബോധവുമുള്ളവരായി അവരെ വാർത്തെടുക്കേണ്ട ചുമതല അധ്യാപകർക്കാണ്. ഭാവി തലമുറയെ സ്നേഹത്തിന്റെ അച്ചിൽ വാർത്തെടുക്കുന്ന എല്ലാ അധ്യാപകർക്കും 24ന്റെ അധ്യാപക ദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ഓണമായിരുന്നു, അതേപോലെ നബിദിനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിച്ചു. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ മഹലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും മൗലിദ് സദസ്സുകളും സംഘടിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷികമാണ് ഇക്കുറി. നീതിബോധവും ലാളിത്യവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ പള്ളികളിൽ മൗലീദ് പാരായണം ആരംഭിച്ചു. ദഫ്, അറബന തുടങ്ങിയ കലാപ്രകടനങ്ങളുടെ അകമ്പടിയോടെ നബിദിന ഘോഷയാത്രകൾ പ്രൗഢമായി. ഘോഷയാത്രയെ സ്വീകരിക്കാൻ പലയിടത്തും തിരുവോണ നാളിൽ മാവേലി എത്തിയത് ആഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കി. ഈ വർഷത്തെ നബിദിനത്തിന് ഇരട്ടി സന്തോഷമുള്ളത്. ശരിക്കും പഴയ കാലത്തെ ഒരു സ്നേഹം ശരിക്കും ഈ ഒരു ആഘോഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓണവും നബിദിനവും മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് എന്ന പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ആഘോഷമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോഴിക്കോട് നടന്ന നബിദിന റാലിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, എം കെ രാഘവൻ MP തുടങ്ങിയവർ പങ്കെടുത്തു. 24 തിരൂർ. ഇന്ന് ചില അപകടത്തിൻ്റെയൊക്കെ വാർത്ത വരുന്നുണ്ട്. കൊല്ലത്തെ കുളത്തൂപ്പുഴയിൽ നിയന്ത്രണം വിട്ട ഒരു ജീപ്പ് മറിഞ്ഞ് വീട്ടമ്മ മരിച്ചു. തെന്മല നെടുമ്പാറ സ്വദേശിനി ഓമനയാണ് മരിച്ചത്. അവർക്ക് 65 വയസ്സ് പ്രായമുണ്ടായിരുന്നു.
കുട്ടികളടക്കം നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന് വാർത്തയുണ്ട്. പരിക്കേറ്റവരെ അഞ്ചലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ സൂരജ് സജി ഒരു വാർത്ത വിശദമായി നൽകും. കുളിക്കാനിറങ്ങിയ ഒരു യുവാവ് മുങ്ങി മരിച്ചു. തൃശ്ശൂർ മുളയത്തെ പീടികപ്പറമ്പ് സ്വദേശി യദുകൃഷ്ണനാണ് മരിച്ചത്. 21 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഈ ചെറുപ്പക്കാരന്. മുങ്ങിത്താഴുന്ന കണ്ട് ആളുകൾ പോലീസിന് വിവരം നൽകിയതാണ്. മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത കൂടിയുണ്ട്. തിരുവില്ലാമല കുത്താമ്പള്ളിയിൽ വാഹനാപകടം ഉണ്ടായി, ഒരാൾക്ക് ജീവൻ നഷ്ടമായി. കുത്താമ്പള്ളി ലക്ഷംവീട് സ്വദേശി വിനോദിൻ്റെ ഭാര്യ 41 വയസ്സുള്ള വൃന്ദയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെ കുത്താമ്പള്ളി ലക്ഷംവീട് പരിസരത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. വീട്ടിലേക്ക് വരുന്ന വഴി വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായി ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഒരു മരത്തിൻ്റെ തറയിലിടിച്ചാണ് അപകടം ഉണ്ടായത്. കാറിലുണ്ടായിരുന്ന ഭർത്താവ് വിനോദ്, ഭർത്തൃപിതാവ്, മാതാവ് എന്നിവർക്കും പരിക്കേറ്റു. പഴയന്നൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. വാഹനം തെറ്റി വരുന്നതുമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇടിച്ച്. സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ്. ടെലിഫോൺ ലൈനാണ് സൂരജ് ഉള്ളത്. സൂരജ്, എന്താണ് ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇന്ന് വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടായത്. ഈ ചേലക്കരയ്ക്കടുത്ത് കുത്താമ്പള്ളിയിൽ വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഈ നിയന്ത്രണം തെറ്റിയ വാഹനം ഈ മരത്തിന്റെ തറയിൽ ഇടിക്കുന്നത്. അവിടുത്തെ ഉങ്ങുമരത്തിന്റെ ഒരു തറയായിരുന്നു. ആ തറയിലേക്ക് നിയന്ത്രണം വിട്ട കാറ് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ മുൻസീറ്റിലിരുന്ന യുവതിക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. വിനോദിന്റെ ഭാര്യയായിട്ടുള്ള 43-കാരി വൃന്ദയാണ് മരിച്ചത്. വാഹനം ഓടിച്ച വിനോദ്, അതോടൊപ്പം തന്നെ ഭർത്തൃപിതാവ്, മാതാവ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഷ്ടമായി പോയി. താങ്ക് യു സൂരജ് സജി. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി തലസ്ഥാന നഗരത്തിൽ വർണ്ണാഭമായ ഡ്രോൺ ഷോ നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നു മുതൽ 3 ദിവസം ആകാശവിസ്മയം തീർക്കുന്ന ഡ്രോൺ ഷോ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. 1000 ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിവരങ്ങളുമായി മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘ്ന, ഈ ഡ്രോൺ വിസ്മയം എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത്? കാണികൾ എത്രമാത്രം ആവശ്യത്തോടെയാണ് ഇത് സ്വീകരിക്കുന്നത്? തീർച്ചയായും നമുക്ക് ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണാം തിരുവനന്തപുരത്തുകാർ എങ്ങനെയാണ്, എത്രമാത്രം ആഘോഷമായാണ് ഈ ഓണത്തെ വരവേൽക്കുന്നത്, ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളത്. ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായാണ് 1000 ഡ്രോണുകൾ കൊണ്ട് ഡ്രോൺ ഷോ തീർത്തത്. അത് നമുക്ക് ഈ ആകാശ ദൃശ്യങ്ങളിൽ തന്നെ, ആകാശത്ത് വിസ്മയം തീർത്തുകൊണ്ട് ഈ ആകാശ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. പലതരത്തിലുള്ള രൂപങ്ങൾ, അത് ഓണവുമായി ബന്ധപ്പെട്ട പല കഥകളി അടക്കമുള്ള, മാവേലിയും ചെണ്ടമേളവും അടക്കമുള്ള പലതരത്തിലുള്ള രൂപങ്ങളാണ് ആകാശത്ത് ഈ ഡ്രോണുകൾ കൊണ്ട് തീർക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 1000 ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലടക്കം പലതരത്തിലും ഈ കേരളീയ സംസ്കാരം ഉയർത്തുന്ന, പാരമ്പര്യ സംസ്കാരം ഉയർത്തുന്ന വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, കൂടാതെ പലതരത്തിലും ഈ ഓണത്തിന്റെ ഒരു പഴയ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന പലതരത്തിലുള്ള രൂപങ്ങളാണ് ഈ ആകാശത്ത് തീർക്കുന്നത്. എത്രത്തോളം മനോഹരമായി ഇത് ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതിനു മുകളിലായി ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ മുകളിലായുള്ള ആകാശ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നാണ് ഈ 1000 ഡ്രോണുകൾ അപ്പ് ചെയ്തത്. അതിനുശേഷം നേരെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഇപ്പോൾ പൊതുജനങ്ങളടക്കം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്നത്, അതായത് കിലോമീറ്ററുകൾ പരിസരത്തുള്ളവർക്ക് വരെ, ഈ പാളയത്ത് നിന്നും പരിസരത്ത് നിന്നൊക്കെയുള്ളവർക്ക് ഈ ആകാശ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതൊരു വെടിക്കെട്ടിന്റെ ഒരു ഓർമ്മ പുതുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണുന്നത് പോലെ ആ ഒരു ഓർമ്മ പുതുക്കുന്ന രീതിയിലാണ് ഈ ആകാശത്ത് വർണ്ണങ്ങൾ വിരിയുന്നത് എന്നുള്ളതാണ്. ടൂറിസം വകുപ്പിന്റെ ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി, ഓണാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ഡ്രോൺ ഷോ ഒരുക്കിയിട്ടുള്ളത്. അത് ഇന്നും നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്തുണ്ടാകും. അങ്ങനെ ഏതൊക്കെ രീതിയിലാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളവർ തലസ്ഥാന നഗരി ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. അത് നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പമുള്ള കാഴ്ചയാണ്. അത് ഇപ്പോൾ കാണുന്നത് ഇലയിൽ സദ്യ ഒരുക്കിയ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലും മാവേലിയും ഈ വിളക്ക് പിടിച്ച ആൾക്കാരും, അങ്ങനെ പലതരത്തിലും പല ദൃശ്യങ്ങളും, അത് പല പരമ്പരാഗത ദൃശ്യങ്ങളും നമുക്ക് ആകാശത്ത് കാണാൻ കഴിയും. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, പ്രേക്ഷകർക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത് എന്തൊക്കെ രൂപങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇത് 15 മിനിറ്റ് നേരമാണ് ഈ ഒരു ഡ്രോൺ ഷോ നീണ്ടു നിൽക്കുക. അത് നാളെയും മറ്റന്നാളും ഉണ്ടാകും. അങ്ങനെ ഈ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയാണ്. അത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വാരാഘോഷം, അത് 3 മുതൽ 9 വരെയാണ് തലസ്ഥാന നഗരി ഓണം ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്
ഈ വള്ളംകളിയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ, അങ്ങനെ ഈ കേരളീയ തനിമ ഉയർത്തുന്ന പല തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ആകാശത്ത് വിരിയുന്നത്. അത് 15 മിനിറ്റ് നേരമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. അത് ഈ TV-യിലൂടെയൊക്കെ പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ ഈ കിലോമീറ്റർ ചുറ്റളവിൽ ഈ പാളയം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അമ്പലവും ഒക്കെ നിൽക്കുന്ന ഒരു ചുറ്റളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ആകാശ ദൃശ്യങ്ങൾ, അതായത് ഈ ഡ്രോണുകൾ ആകാശത്ത് വിസ്മയം തീർക്കുന്നു. അത് തലസ്ഥാന നഗരിയിൽ ആദ്യമായിട്ടാണ് ഈ ഡ്രോൺ ഷോ അരങ്ങേറുന്നത്. അത് ബേപ്പൂരും കൊച്ചിയിലും ഒക്കെ മുന്നേ ഈ ഡ്രോൺ ഷോ നടന്നിട്ടുണ്ട്. പക്ഷേ തലസ്ഥാന നഗരിയിൽ ആദ്യമായിട്ടാണ് ഈ ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഡ്രോൺ ഷോ അരങ്ങേറുന്നത്. അത് എന്തൊക്കെ ദൃശ്യങ്ങളാണ് ആകാശത്ത് വിരിയുന്നത്, എന്തൊക്കെ രൂപങ്ങളാണ് ആകാശത്ത് വിരിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ഈ ഒരു കേരളീയ പാരമ്പര്യ തനിമ ഉയർത്തുന്ന ഓണത്തെ ഓർമ്മിക്കുന്നത് കളരിയുടെ ദൃശ്യങ്ങൾ, അങ്ങനെ പലതരത്തിലും ഈ പാരമ്പര്യ തനിമയുള്ള ഓണത്തെ ഓർമ്മിക്കുന്ന, നമ്മുടെ പഴമയെ ഓർമ്മിക്കുന്ന പലതരത്തിലുള്ള ദൃശ്യങ്ങളുമാണ് ആകാശത്ത് കാണാനുള്ളത്. അത് കണ്ണിന് ഇമ്പമുള്ള കാഴ്ചയാകുന്നു. അത് നമ്മുടെ ഈ പരമ്പരാഗത പഴമയൊക്കെ ഓർക്കുന്ന ദൃശ്യങ്ങളാകുന്നു. അതുപോലെ തന്നെ ഈ ഡ്രോണുകൾ കൊണ്ട് ഒരു ഷോ, അല്ലെങ്കിൽ ഡ്രോണുകൾ കൊണ്ട് ഈ വെടിക്കെട്ടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഡ്രോണുകൾ കൊണ്ടുള്ള ഷോ എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. അത് ബേപ്പൂരും കൊച്ചിയിലും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് അത്ര പരിചയമുള്ളതല്ല. അങ്ങനെ തലസ്ഥാന നഗരിയിലും ആദ്യമായി ഈ ഡ്രോൺ ഷോ നടക്കുന്നു. അതുപോലെ തന്നെ VIP ഗാലറിയിലേക്ക് നോക്കുകയാണെങ്കിൽ VIP ഗാലറിയിൽ മന്ത്രി ശിവൻകുട്ടി, ടൂറിസം വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് അടക്കമുള്ളവരുണ്ട്. അതുപോലെ തന്നെ VIP ഗാലറിയിൽ ഇത് കാണാൻ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ മുരളിയാണ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നത്. 1000 ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു ഷോയാണ് ഇപ്പോൾ അവിടെ ആകാശ വിസ്മയം തീർക്കുന്നത്. ഇപ്പോൾ റാഫി കരീം ഒരു അപകടത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. എറണാകുളം വടക്കൻ പറവൂർ മാലിയങ്കരയിൽ ഈ ഒരു യുവാവ് പുഴയിൽ വീണു. ഇന്ന് വൈകുന്നേരത്തായിരുന്നു ഈ സംഭവം. കുഞ്ഞിത്തൈ സ്വദേശി അമൽദേവിനെയാണ് കാണാതായത്. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളത്തിൽ പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായതാണ്. ഈ യുവാവിനായിട്ട് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റു ചില വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 86-കാരൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു. മിയാപദവ് മതങ്കലിലെ സുമണ്ണ ഭട്ടാണ് മരിച്ചത്. വിട്ടുമാറാത്ത അസുഖം മൂലമുള്ള മനോവിഷമമാണ് ഇദ്ദേഹത്തെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിരീക്ഷണം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. പറയരുൺ. ഇന്നുച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സുബർണ ഭട്ടിനും ഭാര്യ രാജമ്മാൾക്കും അസുഖമുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ താമസം. മക്കളാരും തന്നെ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സുബർണ ഭട്ട് 86 വയസ്സാണ്. അദ്ദേഹം സ്വയം പഴയ തോക്ക് ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് ജീവനൊടുക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മിയാപദവ് മതങ്കലിലെ സ്വദേശിയാണ് സുബർണ ഭട്ട്. സുബർണ ഭട്ടിന് ഈ ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു. വിട്ടുമാറാത്ത അസുഖം മൂലമുള്ള മാനസിക വിഷമം ഉണ്ടായിരുന്നു. ഭാര്യ രാജമ്മാൾക്കും അസുഖമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. SK അരുൺ പാറയ്ക്കലായിരുന്നു ഫോണിലുണ്ടായിരുന്നത്. തൃശൂർ കുന്നംകുളം സ്റ്റേഷനിലെ അതിക്രൂര മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതിയേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ VS സുജിത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി CPO ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു സുജിത് VSന്റെ ആരോപണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെ ശശിധരനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലാണെന്നാണ് സുജിത്തിന്റെ ആരോപണം. ഒരു 20 മിനിറ്റ് മുന്നെയാണ് ശശിധരൻ ബാക്ക് ഡോർ നുമാൻ സാർ തുറന്നു കൊടുത്തിട്ട് എന്നെ അടിക്കണത്. ആദ്യത്തെ കഴുത്തിനെ തലയ്ക്ക് അടിക്കണത്. അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു പറയണ്ടായി, കയറുവായോ അത് തരണ്ടേ എന്നുള്ളൊരു ഭീഷണിപ്പെടുന്ന ഒരു ടോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുജിത് VSനെ വീട്ടിലെത്തി കണ്ടു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ ആരും കാക്കി വസ്ത്രമണിഞ്ഞ് ജോലി ചെയ്യില്ലെന്ന് VD സതീശൻ. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിലേക്ക് കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം. ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. 24 തൃശൂർ.
പാലക്കാട് പുതുനഗരത്തിൽ വീട്ടിലുണ്ടായ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ ഷെരീഫിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുന്നു. പൊട്ടിത്തെറിച്ച പന്നിപ്പടക്കം കൊണ്ടുവന്നത് ഷെരീഫ് എന്നാണ് ഇപ്പോഴത്തെ സംശയം. ഇന്നലെ ഉച്ചയോടെയാണ് പുതുനഗരം മാങ്ങോട് ലക്ഷം വീട് നഗറിൽ ഹക്കീമിന്റെ വീട്ടിൽ സ്ഫോടനമുണ്ടായത്. മറ്റൊരു വീട്ടിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പുതുനഗരം സ്വദേശി ഷെരീഫ് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സഹോദരി ഷഹാനയെ കാണാനെത്തിയപ്പോഴായിരുന്നു സ്ഫോടനം. സ്ഫോടക വസ്തു ഷെരീഫ് തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. പന്നിപ്പടക്കം എടുത്തു വയ്ക്കുമ്പോൾ സ്ഫോടനമുണ്ടായി ഷെരീഫിനും ഷഹാനയ്ക്കും പരിക്കുപറ്റിയെന്നാണ് കരുതുന്നത്. ഷെരീഫിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും പരിശോധിക്കുന്നുണ്ട്. ഷെരീഫ് സ്ഥിരമായി പന്നിപ്പടക്കം ഉപയോഗിച്ച് പന്നികളെ പിടിക്കാറുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. മൊഴി നൽകാൻ സഹോദരി ഷഹാന തയ്യാറാകുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഒന്നിലേറെ പന്നിപ്പടക്കം വീടിനകത്ത് പൊട്ടിയെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. അതേസമയം ഷെരീഫിന് SDPI ബന്ധമുണ്ടെന്ന് BJP ആരോപിക്കുന്നു. 24 പാലക്കാട്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം വയോധികൻ ജീവനൊടുക്കി. മല്ലപ്പള്ളി സ്വദേശിനി സുധയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് രഘുനാഥ് ജീവനൊടുക്കി. ഇന്ന് രാവിലെയാണ് നാടിനെ ഞെട്ടിച്ച ക്രൂരത നടന്നത്. അയൽവാസികളാണ് വീടിന് പുറത്ത് സുധയെ മരിച്ച നിലയിൽ ആദ്യം കാണുന്നത്. നാട്ടുകാരും സമീപവാസികളും നടത്തിയ പരിശോധനയിലാണ് സമീപത്ത് രഘുനാഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത്. പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരു സൈഡില് ഭാര്യ സുധ മരിച്ചു കിടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ CAയുമായിട്ട് സംസാരിക്കുകയും വാർഡ് മെമ്പറിനോട് സംസാരിച്ചതിന് ശേഷം അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നതായിട്ട് കാണുകയും രഘുനാഥൻ ഒരു തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണപ്പെട്ടത്. അങ്ങനെ രണ്ടുപേരും മരിച്ചതായിട്ട് പോലീസ് സ്ഥിരീകരിച്ചു. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 24 പത്തനംതിട്ട. ഇന്ത്യയും റഷ്യയും വിമർശിച്ചും പരിഹസിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുണ്ട ചൈനയിലെത്തിയ ഇരു രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് നഷ്ടമായെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പ്രതികരിച്ചത്. പ്രസ്താവനയിൽ പ്രതികരിക്കുന്നില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പിന്നീട് വ്യക്തമാക്കി. ചൈനയിലെ ടിയാൻജിനിൽ ചേർന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. മോദി, ഷീ ജിൻപിങ്, വ്ളാദിമിർ പുടിൻ എന്നിവരുടെ ചിത്രം പങ്കുവച്ചാണ് വിമർശനവും പരിഹാസവും. ഇരുണ്ട ചൈനയിലെത്തിയ ഇന്ത്യയെയും റഷ്യയെയും അമേരിക്കയ്ക്ക് നഷ്ടമായി. 3 രാജ്യങ്ങൾക്കും നല്ല ഭാവി ആശംസിക്കുന്നുവെന്നും പ്രതികരണം. അമേരിക്കൻ വിരുദ്ധചേരിയിൽ ഇന്ത്യയെ കാണുന്നെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ പ്രസ്താവനയിൽ ഇപ്പോൾ മറുപടിയില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. Regarding the post, I have no comments to offer on this post at this point. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ഇരട്ടത്തീരുവ ചുമത്തിയിരുന്നു. ഇന്ത്യ അമേരിക്കൻ വ്യാപാര ചർച്ചകളും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി ട്രംപ് നടത്തിയ ചർച്ചകൾ ഫലം കാണാത്തതും ട്രംപിനെ പ്രകോപിതനാക്കി. ഇതിനിടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ യുദ്ധവകുപ്പെന്ന് പുനർനാമകരണം ചെയ്യാൻ ട്രംപ് തീരുമാനിച്ചു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനെ യുദ്ധ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കാനാണ് നിർദ്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബീഡിയുടെ GST കുറച്ചതിനെതിരായ പരിഹാസ പോസ്റ്റിൽ വെട്ടിലായി കോൺഗ്രസിന്റെ കേരള ഘടകം. ബീഡിയും ബീഹാറും ആരംഭിക്കുന്ന B എന്ന അക്ഷരത്തിലാണെന്നും അതിനാൽ ബീഡി ഇനി മുതൽ പാപമല്ല എന്നുമായിരുന്നു സമൂഹ മാധ്യമത്തിൽ വന്ന പോസ്റ്റ്. ബീഹാറിനെ അധിക്ഷേപിച്ചതിലൂടെ കോൺഗ്രസിന്റെ തനിനിറം പുറത്തു വന്നെന്ന് BJPയും JDUവും വിമർശിച്ചു. പോസ്റ്റ് ശരിയായില്ലെന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് പ്രതികരിച്ചത്. വിവാദമായതോടെ ഈ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. പുകയിലയ്ക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും 40% GST ചുമത്തിയപ്പോൾ ബീഡിക്ക് 18% കുറച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് കോൺഗ്രസ് വ്യാഖ്യാനം. ഇതിനെതിരെയാണ് കേരള ഘടകത്തിന്റെ എക്സ്പോസ്റ്റ്. എന്നാൽ പരിഹാസ പോസ്റ്റ് കോൺഗ്രസിന് തന്നെ വിനയായി. ബീഹാറിനെയും ബീഹാറികളെയും അധിക്ഷേപിക്കുന്നതാണ് പോസ്റ്റെന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി പറഞ്ഞു. ആദ്യം പ്രധാനമന്ത്രിയുടെ അമ്മയെ ആക്ഷേപിച്ചു. ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തെ തന്നെ അപമാനിച്ചെന്നും സാമ്രാജ് ചൗധരി പറഞ്ഞു. ശക്തമായ നടപടി വേണമെന്നും ജനം കോൺഗ്രസിനെ ശിക്ഷിക്കുമെന്നും മന്ത്രി വിജയ് കുമാർ സിൻഹയും പ്രതികരിച്ചു. കോൺഗ്രസിന്റെ തനി സ്വഭാവമാണ് പുറത്തു വന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. हम सब जानते हैं कि 10 साल कांग्रेस के शासन में भ्रष्टाचार करने के अलावा प्रभावशाली कदम या ट्रांसफॉर्मेशनल रिफॉर्म के कोई कदम उठाए नहीं गए. वादे बहुत मिलते थे, एक्शन मिसिंग था. വിവാദമായതോടെ എക്സ്പോസ്റ്റ് കോൺഗ്രസ് പിൻവലിച്ചു. എന്നാൽ നേതാക്കളാരും പോസ്റ്റിനെ കുറിച്ച് പ്രതികരിച്ചില്ല. 24 ഡൽഹി. ജോലിക്കിടെ IPS ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിവാദത്തിലായി. സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി ഉദ്യോഗസ്ഥയായ VS അഞ്ജന കൃഷ്ണയെയാണ്
അജിത് പവാർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നു. ഭീഷണിപ്പെടുത്തിയതല്ല എന്നാണ് അജിത് പവാറിന്റെ പക്ഷം. मैं आपको आदेश देता हूं कि वो रुकवाओ और आप जाओ और तहसीलदार को बताओ कि अजित पवार जी का फोन आया था, डिप्टी चीफ मिनिस्टर ने मुझे कहा. സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയതാണ് മലയാളി IPS ഉദ്യോഗസ്ഥയായ VS സഞ്ജന കൃഷ്ണ. ഒരു പ്രാദേശിക NCP പ്രവർത്തകന്റെ ഫോണിലാണ് അജിത് പവാർ സംസാരിച്ചത്. ഉപമുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്നും നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് അജിത് പവാർ ആദ്യം ഫോണിലൂടെ പറഞ്ഞത്. എന്നാൽ IPS ഉദ്യോഗസ്ഥയ്ക്ക് അജിത് പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്റെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിക്കാനും അജിത് പവാറിനോട് ആവശ്യപ്പെട്ടു. ഇതോടെ ഉപമുഖ്യമന്ത്രി കുപിതനായി. सर मुझे पता नहीं है ना सर, मैं सिर्फ यही बोल रही मैं डिप्टी चीफ मिनिस्टर सर समझ रही है वो आप बोल रही है जो दे दो मुझे, मैं डायरेक्ट आपको देता हूं. ठीक है सर. വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്തെത്തി. അജിത് പവാറിന് ഉപമുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും മഹാരാഷ്ട്രയെ കള്ളന്മാരുടെ സംസ്ഥാനമാക്കി അജിത് പവാർ മാറ്റിയെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയതല്ലെന്നും സ്ഥിതി വഷളാകാതിരിക്കാൻ ഇടപെട്ടതെന്നുമാണ് അജിത് പവാറിന്റെ വിശദീകരണം. 24 ഡൽഹി. തൃശൂർ മാരാങ്കോട് കുടിൽ കെട്ടി മലക്കപ്പാറ വീരൻകുടി ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ 5 കുടുംബങ്ങളാണ് അവർക്കായി കണ്ടെത്തിയ സ്ഥലത്ത് കുടിൽ കെട്ടിയത്. ഭൂമി അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾക്കിടെ വനംവകുപ്പിന്റെ എതിർപ്പുയർന്നതോടെ ഭൂമി നൽകുന്നത് നിർത്തിവച്ചിരുന്നു. വന്യജീവി ഭീഷണിയും പ്രകൃതി ദുരന്ത ഭീഷണിയും നേരിടുന്ന വീരൻകുടി അരേക്കാപ്പുന്നതിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. മാരാങ്കോട് ഭൂമി കണ്ടെത്തി അതിർത്തി അടക്കം തിരിച്ച് പട്ടയം നൽകാനുള്ള നടപടിക്രമങ്ങളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ടു പോകുന്നതിനിടയിൽ വനം വകുപ്പ് എതിർപ്പറിയിച്ചു. ഇതോടെ ഭൂമി അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. ഭൂമി അനുവദിക്കുന്നത് അനിശ്ചിതമായി നീണ്ടതോടെയാണ് തിരുവോണനാളിൽ പുലർച്ചെ കുടിൽ കെട്ടി കുടുംബങ്ങൾ താമസമാക്കിയത്. വീരൻകുടിയിൽ നിന്നുള്ള 5 കുടുംബങ്ങളാണ് കുടിൽ കെട്ടിയത്. കൈവശ രേഖ അടക്കം നമ്മൾ ട്രൈബൽ ഓഫീസിൽ കൊണ്ടെത്തി. എല്ലാവരുടെ അടുത്ത് ഒപ്പും മേടിച്ചു. DOP അടക്കം കളക്ടർ അടക്കം എല്ലാവർക്കും അറിയാം. എല്ലാ മന്ത്രി 2-3 മന്ത്രിമാരും പിന്നെ റവന്യൂക്കാരും എല്ലാവരും ചേർന്നാണ് ഈ സർവീസ് ചെയ്തത്. പക്ഷേ സർവീസ് ചെയ്ത് എല്ലാം നമ്മുടെ കൈവശ രേഖയിലുള്ള രേഖകളെല്ലാം തന്ന ശേഷമാണ് ഇവർ തടസ്സം ചെയ്തത്. DOP വരും ദിവസങ്ങളിൽ കൂടുതൽ കുടുംബങ്ങൾ കുടിൽ കെട്ടി താമസം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ്. 24 തൃശൂർ. ഇടുക്കിയിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നിന്ന് വീണ്ടും രോഗിയെ വനത്തിലൂടെ ചുമന്ന നാട്ടുകാർ. പനി ബാധിച്ച കുടല്ലാർകുടി സ്വദേശി രാജാക്കണ്ണിയെയാണ് നാട്ടുകാർ മഞ്ചൽ കെട്ടി ചുമന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 3ാമത്തെ സംഭവമാണിത്. ഇടമലക്കുടിയിലേക്കുള്ള ഗതാഗതം ദുഷ്കരമായതാണ് ഈ ദുരിതത്തിന് കാരണം. ഒരാഴ്ചയായി പനി ബാധിച്ച് കിടപ്പിലായിരുന്നു രാജാക്കണ്ണി. പനി രൂക്ഷമായതോടെ ഇന്നലെ ആശുപത്രിയിലേക്ക് നാട്ടുകാർ ചുമന്ന് കൊണ്ടുപോവുകയായിരുന്നു. കൂടല്ലാർകുടിയിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിലൂടെ മഞ്ചൽ കെട്ടി ചുമന്ന് ആനക്കുളത്തെത്തിച്ചു. അവിടെ നിന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇടമലക്കുടി സൊസൈറ്റി കുടിയിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്ററോളം വരും നിലവിൽ നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്ന അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലെത്താൻ. എന്നാൽ ഈ കൂടലാർകുടിയിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ബസ് റൂട്ടിലെത്താൻ പറ്റും. ഈ ആനക്കുളം ബസ് റൂട്ടിലെത്താൻ പറ്റും. ഈ ഒരു റോഡ് ഞങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമുള്ള റോഡാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: ഞങ്ങൾ ഈ ഇടമലക്കുടിയിൽ ജീവിക്കുന്ന, ഒരു സൈഡിൽ ജീവിക്കുന്ന ഞങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. ഇടമലക്കുടിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ടെങ്കിലും ആവശ്യമായ ചികിത്സ അവിടെ ലഭ്യമല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹന സൗകര്യം ഏർപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയും. മൂന്നാറിൽ നിന്ന് രാജമലയിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ജീപ്പ് പോലും കടന്നു പോകാത്ത അവസ്ഥയാണ് ഇപ്പോൾ. 24 ഇടുക്കി. എന്തായാലും വല്ലാത്ത അവസ്ഥയാണ്. ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ 4 കിലോമീറ്ററൊക്കെ ഇങ്ങനെ മഞ്ചലിലെടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ, അതും ഈ ഇത്രയും കിഴക്കാൻ തൂക്കായി കിടക്കുന്ന ഈ പ്രദേശത്തൂടെ. ഇനി പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അവസാന ദിവസമാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: മഹാരാഷ്ട്രയിൽ മലയാളി IPS ഉദ്യോഗസ്ഥയുടെ കയർത്ത് വിവാദത്തിലായ ഉപമുഖ്യമന്ത്രി ആരാണ്? സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരീരത്തിനും അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികളായിരിക്കും ഈ ഓണക്കോടി കിട്ടുക. 1001 പേർക്കാണ് ഓണക്കോടി. ഇന്ന് ഇതിൻ്റെ ദിവസം അവസാനിക്കുകയാണ്. വാർത്താമഴയിൽ കൂടി ചോദ്യം ഉണ്ടാകും. അപ്പോൾ തിരുവോണം വരെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്.
ഈ ഒരു സൗകര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ അണിയിച്ചൊരുക്കിയത് 24ഉം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ചേർന്നാണ്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. വിജയികൾക്ക് ശ്രീകോകുലം സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴി ഈ ഓണക്കോടി വീട്ടിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഈ അഥവാ ഓണം പ്രമാണിച്ചുള്ള ഒരു ദിവസം അവധിയായാലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട, ഓണക്കോടി വീട്ടിലെത്തിയിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണക്കാലം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. BJP നേതാവ് അശ്വിനി ഉപാധ്യായാണ് ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധിക്ക് വോട്ടർ പട്ടിക പരിഷ്കരണം അനിവാര്യമാണെന്നും ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്നാണ് ആവശ്യം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.